എറണാകുളം പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല്. ട്രെയിൻ അട്ടിമറി ശ്രമമെന്നാണ് സംശയിക്കുന്നത്. തലനാടിലേക്കാണ് വൻ അപകടമൊഴിവായത്. പുലർച്ചെ മൈസൂരു തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് ആട്ടുകല്ല് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇതാരാണ് ഈ ആട്ടുകല്ല് അവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? അട്ടിമറി ശ്രമമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ സംഭവത്തെ പോലീസ് കാണുന്നത്? വലിയ അപകടമാണ് അതുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞുപോയത് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഈ മൈസൂരു എക്സ്പ്രസ്, ട്രിവാൻഡ്രം എക്സ്പ്രസ് കടന്നു പോയിരുന്നു 4:30 മണിക്ക്. അപ്പോൾ ലോക്കോ പൈലറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രാക്കിൽ ഇത്തരത്തിലൊരു എന്തോ ഒരു ഭാരമുള്ള വസ്തു കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് എന്ന് റെയിൽവേ പോലീസിനെ അറിയിക്കുന്നത്. ആ വാഹനം കടന്നുപോയ ശേഷമാണ് അത് ഇതിൽ തട്ടിയ സാഹചര്യം ഉണ്ടായില്ല. അതേസമയം ഇത്തിരി കൂടി ഉയരത്തിലോ അതല്ലെങ്കിൽ ഈ ട്രെയിനിൽ തട്ടാവുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പാളം തെറ്റുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യത്തിലേക്ക് അത് പോകുമായിരുന്നു, വലിയ ദുരന്തത്തിലേക്ക് പോകുമായിരുന്നു എന്നാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇനിയും ആയിട്ടില്ല. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമേ പോലീസിന് ഇതിലെന്തെങ്കിലും ഒരു അനുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് RPF അറിയിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും സമീപത്തായി ഒരു പട്ടിക്കുട്ടിയുടെ മൃതദേഹം ട്രെയിൻ കയറി അരഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പട്ടിക്കുട്ടിയെ കൊലപ്പെടുത്താൻ വേണ്ടി, അതിനെ കൊല്ലാൻ വേണ്ടി അതിൻ്റെ തലയിലേക്ക് എടുത്തിടാനോ അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിലേക്ക് എടുത്തിടാനോ വേണ്ടി ആട്ടുകല്ല് ഉപയോഗിച്ചതാണോ എന്നറിയില്ല. എന്നിരുന്നാലും ട്രെയിൻ കടന്നു പോകുന്നതിന്, അതായത് 2 ട്രാക്കുകൾക്കും മധ്യേ തന്നെയാണ് ഈ ആട്ടുകല്ല് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് അത് പിന്നീട് ഇവരുടെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട്, ആളുകൾ അറിയിച്ചതനുസരിച്ചിട്ടാണ് പോലീസ് അത് നീക്കം ചെയ്യുന്നതും പിന്നീടുള്ള ട്രെയിനുകൾ അതിനുശേഷം സേഫായി കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ 4:30 മണിക്ക് ഈ മൈസൂരു തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് കടന്നു പോകുമ്പോഴാണ് ഇത് പ്രധാനമായും അതിൻ്റെ ലോക്കോ പൈലറ്റാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്തൊക്കെ നിരവധി ആളുകൾ ലഹരി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും അങ്ങനെ ലഹരിക്ക് ഉപയോഗിച്ച ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാണോ എന്ന് അറിയില്ല എന്നും റെയിൽവേ പോലീസ് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ടോം സൂചിപ്പിച്ചതുപോലെ അട്ടിമറി സാധ്യതയും പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. എന്നിരുന്നാലും ട്രാക്കിന് നടുവിൽ ഈ വലിയ ആട്ടുകല്ല് കിടന്നതും അത് തട്ടി ഒരു ട്രെയിൻ ട്രാക്ക് തെറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അത്തരം കാര്യങ്ങളിലേക്ക് പോയില്ല, അത് ഒഴിഞ്ഞുപോയി എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും പോലീസ് ഇതേത് സാഹചര്യത്തിലാണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുന്ന തിരക്കിൽ കൂടിയാണ് റെയിൽവേ പോലീസ്. ടോം, ആജ്ഞ, ഇതോടൊപ്പം നമുക്കറിയാം ഈ സമീപകാലത്ത് സമാനമായ രീതിയിൽ റെയിൽവേ ട്രാക്കുകളിൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുവന്ന് വയ്ക്കുക, അങ്ങനെ പലയിടങ്ങളിൽ, അതായത് കാസർഗോഡും ഒറ്റപ്പാലത്തും ഒക്കെ ഈ സമീപ ദിവസങ്ങളിൽ ഇത്തരം പല കാഴ്ചകളും കണ്ടതാണ്. അതൊക്കെ പക്ഷേ ഈ പ്രതികളെ കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. അത്ര ഗൗരവത്തോടു കൂടി പോലീസ് അതിനെ കണ്ടില്ല. പക്ഷേ ഈ വിഷയം അത്ര നിസ്സാരമായി കാണേണ്ടതല്ലല്ലോ. ഈ റെയിൽവേ പോലീസിനൊപ്പം കേന്ദ്ര ഏജൻസികളും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, ഈ വിഷയത്തിൽ പ്രധാനമായും ആട്ടുകല്ലിൻ്റെ ഹൈറ്റ് വളരെ ചെറുതായതാണ്, വളരെ കുറഞ്ഞതാണ് അപകടത്തിനുള്ള സാഹചര്യം ഒഴിവാക്കിയത് എന്ന് വേണം പറയാൻ. പക്ഷെ കുറച്ചുകൂടി ഉയരമുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവായിരുന്നെങ്കിൽ ട്രെയിന് ഈ പറഞ്ഞതുപോലെ അപകടത്തിൽപ്പെടാനുള്ളതും വലിയ ദുരന്തം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ അട്ടിമറി ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രാക്കിൽ ഈ ആട്ടുകല്ല് കിടക്കുന്ന അടുത്ത് തന്നെ, തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പട്ടിക്കുട്ടിയുടെ ശവം ചിതറിക്കിടപ്പുണ്ട്. അത് ട്രെയിൻ തട്ടി ചിതറിയതാണോ അതല്ലെങ്കിൽ ഈ ആട്ടുകല്ല് ഉപയോഗിച്ച് ആരെങ്കിലും അതിനെ കൊന്നതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുവേണ്ടിയാണോ ഇനി ആട്ടുകല്ല് ട്രാക്കിലേക്ക് എടുത്ത് ഈ പട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി ട്രാക്കിലേക്ക് എടുത്ത് എറിഞ്ഞതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. എന്തായാലും ഈ ടോം പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കുകളിൽ ഇരുമ്പ് ദണ്ടും ഇത്തരം സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് അട്ടിമറി ശ്രമങ്ങൾ നടത്താൻ, ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പറയുന്ന ഒരു
സാധ്യതയില്ലേ, അപ്പോൾ അട്ടിമറി സാധ്യതയില്ലേ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം പരിശോധിച്ച് വരുന്നുണ്ട്. ലോക്കൽ പോലീസും ഈ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും നമ്മളോട് ഈ വിഷയത്തിൽ ഏത് സാഹചര്യമാണ് എന്നുള്ള കാര്യം വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ, റെയിൽവേ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഇതുമായി, അത് പ്രത്യേകിച്ച് 4:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മൈസൂരു ആട്ടുകളിന് വലിപ്പമില്ലാത്തതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ട്രെയിൻ അതിന് മുകളിലൂടെ കടന്നുപോയെന്ന് പറയുന്നു. പക്ഷേ ഈ നാട്ടുകാർ ഈ പോലീസ് നൽകിയ മൊഴിപ്രകാരം രാത്രിയിൽ ആരോ ജീപ്പിൽ അവിടെ വന്നെന്നും റോഡിലൂടെ എന്തോ വലിച്ചുകൊണ്ടുപോയ ശബ്ദം കേട്ടെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഒരു നായയുടെ ജഡം ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടെത്തിയതായും പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ CCTVകളടക്കം, സമീപത്തെ CCTVകളടക്കം പരിശോധിച്ചായിരിക്കുമല്ലോ അന്വേഷണം. എന്തെങ്കിലും സൂചനകൾ, അതായത് ഏത് സമയത്താണ് ആ വാഹനം വഴി എത്തിയത്, ഏത് സമയത്തായിരിക്കാം ഈ ആട്ടുകൾ അവിടെ കൊണ്ടുവന്നിട്ടത്, അത്തരത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? ആ കാര്യത്തിലാണ് പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ച് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രത്യേകിച്ചും ഇതിൽ ഏത് സാഹചര്യത്തിലാണ് ആട്ടുകൾ അവിടെ എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വന്നിട്ടില്ല. ഇത്തരത്തിൽ അവിടെ കൂടിയിരുന്ന നാട്ടുകാർ ഇത്തരം പല അഭ്യൂഹങ്ങളും പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രിയിൽ ആരോ അതിൽ ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചു കൊണ്ടുപോകുന്ന ശബ്ദമൊക്കെ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം ഒരു ഇതിൽ അഭ്യൂഹങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് ഈ ആട്ടുകൾ ട്രാക്കിന് നടുവിൽ വന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ചും ഈ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. അതിൽ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഈ പറഞ്ഞത് പോയ വാഹനം ഏത് സമയത്താണ് എത്തിയത്, അതല്ലെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും ഈ ആട്ടുകൾ ട്രാക്കിൽ കൊണ്ടിട്ടതാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത. റെയിൽവേ ട്രാക്കിൽ